വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. ഈഹുവായിയെ കണ്ടതും ടാനർ തിരിഞ്ഞെടുക്കാൻ തുടങ്ങിയെങ്കിലും അപ്പോഴേക്കും അവളെ കണ്ടതിനാൽ പുറകെ നിന്ന് വിളിക്കുന്നു. ജിങ്ഷൻ അവളെ തടഞ്ഞിട്ട് കുമാരി ഇന്ന് പറയാനുള്ളതല്ല കുമാരൻ്റെ മുഖത്തൊക്കെ പറഞ്ഞു തീർക്കാൻ വേണ്ടിയാണ് താൻ ഇങ്ങനൊരു അവസരം ഉണ്ടാക്കിയത്. ഷെൻകുമാരൻ ഉണർന്നിട്ടില്ലാത്തതിനാൽ അദ്ദേഹം നിങ്ങളെ കണ്ട് പ്രശ്നമുണ്ടാക്കുകയുമില്ല. പറയാനുള്ളതെല്ലാം പറഞ്ഞു തീർക്കാൻ ജിങ്ഷൻ അവളെ നിർബന്ധിക്കുന്നു. അവളെ പറഞ്ഞു വെച്ചിട്ട് ടാനർ ഈഹുവായുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഷെങ്ങിന് അപകടം സംഭവിച്ചതറിഞ്ഞാണ് അവൻ്റെ വരവ്. ഷെങ്ങിനെ പരിശോധിച്ച കൊട്ടാരം വൈദ്യന്മാരുമായി സംസാരിച്ചതിൽ നിന്ന് അവൻ രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്നറിഞ്ഞു. നീ അതോർത്ത് വിഷമിക്കേണ്ട, നിന്നെ ഞാൻ പുനർവിവാഹം കഴിച്ചോളാം എന്ന് പറഞ്ഞ് അവൻ അവളുടെ കയ്യിൽ പിടിച്ചെങ്കിലും അവൾ പിന്മാറിയിട്ട് സ്വയം പരിഹസിക്കുന്ന വിധത്തിൽ ഒന്ന് പുഞ്ചിരിച്ചിട്ട് ഇത്ര ക്രൂരനായ ഒരാളെയാണ് ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നതെന്ന് ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുകയാണ് എന്ന് പറയുന്നു. ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് നിനക്ക് വേണ്ടിയാണ് എന്ന് നിനക്കെന്താ മനസ്സിലാവാത്തത്? എനിക്ക് ഇടയ്ക്ക് നിന്നെ ഒന്ന് കഷ്ടപ്പെടുത്തേണ്ടി വന്നെങ്കിലും അത് ലക്ഷ്യം നേടാൻ വേണ്ടിയല്ലേ. ഞാനല്ല ഷെങ്ങിനെ കൊല്ലാൻ ശ്രമിച്ചത് എന്ന് അവൻ പറയുന്നു. ഇനിയൊന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കണമെന്നില്ല. ഞാൻ നിന്നെ വിശ്വസിക്കാനും പോകുന്നില്ല. എനിക്ക് വേണ്ടിയാണ് താങ്കൾ ഇതെല്ലാം ചെയ്യുന്നതെങ്കിൽ ഇവിടെ വെച്ച് നിർത്തിക്കോളൂ. ഇതൊന്നും എന്നോട് പറഞ്ഞ് എന്നെ കൂടി അതിലേക്ക് വലിച്ചഴിക്കേണ്ട, മടങ്ങിപ്പോയിക്കോളാൻ പറഞ്ഞ് ടാനർ തിരിഞ്ഞു നടക്കാൻ തുടങ്ങുന്നു. പക്ഷേ ഈഹുവായി അവളെ തിരികെ പിടിച്ച് കിസ് ചെയ്യുന്നു. ടാനർ കുതിറി മാറി അവനെ അടിക്കുന്നുണ്ട്. ഞാനിപ്പോൾ പഴയ ടാനറല്ല. ഈ ടാനർ ഇപ്പോൾ പൂർണ്ണമായും ഷെങ്ങിനാണ് ഇഷ്ടപ്പെടുന്നത്. അദ്ദേഹം മരിച്ചാൽ അദ്ദേഹത്തിനൊപ്പം ഞാനും ജീവിതം അവസാനിപ്പിക്കും. കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നത്. നമ്മൾ തമ്മിൽ ഇനിയൊരു ബന്ധവുമില്ല എന്ന് ടാനർ പറയുന്നു. ഈഹുവായി ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നടക്കുന്നുണ്ട്. ടാനറും കരഞ്ഞുകൊണ്ട് തിരിഞ്ഞു നിൽക്കുന്നു. പരസ്പരം പ്രണയിച്ചിരുന്ന സമയത്ത് ഒരുമിച്ചുണ്ടായിരുന്ന ചില നിമിഷങ്ങൾ രണ്ടുപേരുടെയും മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. ആക്രമണം നടന്ന സ്ഥലത്ത് പരിശോധന നടത്തുന്നതിനിടയിൽ ഒരാൾ മറിഞ്ഞു നിന്ന് തങ്ങളെ നിരീക്ഷിക്കുന്നത് ഷുവാന്റെ ശ്രദ്ധയിൽപ്പെടുന്നു. അയാളെ വിളിച്ചു നിർത്തി അവർ ചോദ്യം ചെയ്യുന്നു. അയാൾ ആ സ്ഥലത്തിന്റെ ഉടമയായിരുന്നു. ആക്രമണം നടന്ന സമയത്ത് ഞാനിവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് അക്രമികളെ കണ്ടില്ല എന്ന് കള്ളം പറഞ്ഞ് അയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അയാൾ പേടിച്ച് വിറച്ചുകൊണ്ട് സംസാരിക്കുന്നതിന്റെ കാരണം ഷുവാൻ തിരക്കിയപ്പോൾ എട്ടാമത്തെ കുമാരനും രണ്ട് ഭാര്യമാരും ഇവിടെ ആക്രമിക്കപ്പെട്ടതല്ലേ, അതിന്റെ ഭയമാണ് എന്ന് അയാൾ പറയുന്നു. കുമാരനും ഒരു ഭാര്യയും ആക്രമിക്കപ്പെട്ടു എന്നാണല്ലോ പുറത്തുള്ളവർ അറിഞ്ഞത്. പിന്നെ രണ്ട് ഭാര്യമാർ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങളെങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ച് ഷുവാൻ അയാളെ പൂട്ടുന്നു. കുറച്ചുകൂടി പേടിപ്പിച്ച് ചോദ്യം ചെയ്തപ്പോൾ യൂനിന് ആക്രമണത്തിൽ പങ്കുണ്ട് തെളിയുന്ന വിവരങ്ങൾ അയാളിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നു. അവർ ഉടൻ തന്നെ ടാൻ്റെ അടുത്തെത്തി വിവരം അറിയിക്കുന്നു. യൂൻ തന്നെയാണ് എന്ന് ഉറപ്പായെങ്കിലും വ്യക്തമായ തെളിവില്ലാത്തതിനാൽ നമുക്ക് കുറ്റാരോപണം നടത്താൻ കഴിയില്ല എന്ന് ഷുവാൻ അറിയിക്കുന്നു. പക്ഷേ യുഹാവയ്ക്ക് ആ അഭിപ്രായത്തോട് യോജിപ്പില്ലായിരുന്നു. യൂനിന് കുമാരിയെ ഇഷ്ടമല്ലെങ്കിലും കുമാരനെ വളരെയധികം സ്നേഹിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് കുമാരന് അപകടം വരാൻ അനുവദിക്കുമെന്ന് എനിക്ക് തോന്നില്ല. ഇതിന് പിന്നിൽ മറ്റാരോ ഉണ്ടായിരിക്കാനാണ് സാധ്യത എന്ന് യുഹാവ പറയുന്നു. ഷുവാൻ അതിനെ എതിർത്തെങ്കിലും അവൻ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് ടാനും തോന്നും. പക്ഷേ ആരായിരിക്കും അതിന്റെ പിന്നിലെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടാത്തതിനാൽ ഇവിടുത്തെ കാര്യങ്ങൾ കൂടുതൽ അറിയാവുന്നത് ടാനർക്കല്ലേ, അവർക്ക് ചിലപ്പോൾ സഹായിക്കാൻ കഴിഞ്ഞേക്കുമെന്ന് ചിന്തിച്ച് ഷുവാനോട് യുഹായോടും പുറത്തു നിൽക്കാൻ പറഞ്ഞ് അവൾ ടാനറിനെ വിളിച്ചു വരുന്നു. ജിങ്ഷൻ പറഞ്ഞത് വിവരം പറഞ്ഞ് ടാനർ പുറത്തേക്ക് ചെന്ന് ഷുവാനോടും അന്ന് അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് ആദ്യം മുതൽ ഒന്നുകൂടി പറയാൻ ആവശ്യപ്പെട്ടപ്പോൾ അതുതന്നെയല്ലേ നമ്മളിപ്പോൾ അകത്തുനിന്ന് പറഞ്ഞത്. ചേട്ടത്തിയുടെ ഓർമ്മശക്തിക്ക് ഇത് എന്ത് പറ്റിയെന്ന് ചോദിച്ച് ഷുവാൻ വീണ്ടും അറിഞ്ഞ വിവരങ്ങളെല്ലാം പറഞ്ഞു കേൾപ്പിക്കുന്നു. യൂനും ആക്രമികളെ ഒരുമിച്ചാണ് അവിടെ എത്തിയത് എന്ന് സ്ഥലമുടമ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ യു എന്തായാലും ഷെങ്ങിനെ ഉപദ്രവിക്കില്ല എന്ന് ഉറപ്പാണ് എന്ന് ടാനർ പറയുന്നു. ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതല്ലേ, ഇന്ന് ചേട്ടത്തിക്ക് ഇത് എന്ത് പറ്റി എന്ന് ഷുവാൻ വീണ്ടും ചോദിക്കുന്നു. ടാനർ പക്ഷേ അത് കേൾക്കാത്ത മട്ടിൽ തൻ്റെ നിഗമനങ്ങൾ വിവരിക്കുന്നു. അപ്പോൾ ആക്രമികളുടെ രണ്ട് സംഘം അവിടെ ഉണ്ടായിരുന്നു. ഒന്ന് യൂനെ ഏർപ്പെടുത്തിയവരും ഒന്ന് അവരെപ്പോലെ തന്നെ വേഷം ധരിച്ച മറ്റൊരു കൂട്ടരും. ഒരു കൂട്ടരുടെ ലക്ഷ്യം ഞാനും മറ്റേ കൂട്ടരുടെ ലക്ഷ്യം കുമാരനുമായിരുന്നു. ഒരേപോലെ വേഷം ധരിച്ചത് കുറ്റം യൂൻ്റെ തലയിൽ ചുമത്താനാണ് എന്ന് തോന്നുന്നു എന്ന് ടാനർ പറയുന്നു. പെട്ടെന്ന് ടാൻ പുറത്തു വന്ന് ഈഹുവായി അല്ല യൂൻ്റെ ഒപ്പം നിന്നെങ്കിൽ വേറെ ആർക്കായിരിക്കും ഷെങ്ങിനെ ആക്രമിക്കാൻ ധൈര്യം ഉണ്ടാവുക എന്ന് ചോദിക്കുന്നു. വീണ്ടും ടാനർ പുറത്തു വന്ന് ഡോങ്ക്വിയിൽ യൂനെ കൊണ്ട് അനുസരിപ്പിക്കാൻ കഴിവുള്ള രണ്ടുപേരേ ഉള്ളൂ. ഒന്ന് രാജമാതാവും പിന്നൊന്ന് അവളുടെ അച്ഛനും. അവർ രണ്ടുപേരും ഷെങ്ങിനെ ഉപദ്രവിക്കാൻ വഴിയില്ല. അപ്പോൾ പിന്നെ ആരായിരിക്കും ഇതിന് പിന്നിലെന്ന് പറയുന്നു. തൊട്ടടുത്ത നിമിഷം ടാൻ പുറത്തു വന്ന് ആരായിരിക്കും ഷെങ്ങിനെ ഉപദ്രവിച്ചിട്ടുണ്ടാവുക എന്ന് ചോദിക്കുന്നു. നിമിഷം കൊണ്ടുള്ള ടാൻ്റെ ഭാവമാറ്റം കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് ഷുവാൻ. യുഹാവോയ്ക്ക് കാര്യം അറിയാവുന്നതിനാൽ വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഷുവാൻ അവയ്ക്ക് വട്ടാകുന്നുണ്ട്. എന്തായാലും പാൻഡ്രായിരിക്കും ഇതിന് പിന്നിൽ. ഷെങ് ഇല്ലാതാവുന്നതുകൊണ്ട് ആകെ നേട്ടമുള്ള ഒരേ ഒരാൾ അവൾ മാത്രമാണ് എന്ന നിഗമനത്തിൽ താൻ എത്തിച്ചേരുന്നു. പക്ഷേ ഇത് വെറും ഊഹം മാത്രമാണ്. ഉറപ്പിക്കണമെങ്കിൽ നമുക്ക് തെളിവ് വേണം. അതിന് യൂനെ തന്നെ ആദ്യം കാണേണ്ടി വരുമെന്ന് ടാൻ പറയുന്നു. ടാൻ ഉടൻ തന്നെ അവളെ പോയി കാണുന്നുണ്ട്. ആ സ്ഥലമുടമയുടെ മൊഴി യൂൻ്റെ മുന്നിൽ വെച്ച് ഇത് നിനക്ക് നേരെയുള്ള ആരോപണമാണ്, വിശദീകരണം നൽകാൻ ടാൻ ആവശ്യപ്പെടുന്നു. യൂൻ അത് വായിച്ചു നോക്കിയിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം കള്ളമാണ്, ആരോ മനഃപൂർവ്വം എന്നെ അപകടപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണെന്ന് പറഞ്ഞു തീർക്കുന്നു. ഇത് വെറും ആരോപണമാണെങ്കിലും അല്ലെങ്കിലും കുമാരൻ ഉണർന്നു കഴിയുമ്പോൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞാൽ ഞാനിവിടെ ഇല്ലെങ്കിൽ പോലും നിന്നെ കൊട്ടാരത്തിൽ നിന്ന് ചവിട്ടി പുറത്താക്കും. നിന്റെ ഈ വൃത്തികെട്ട മുഖം കാണാൻ പിന്നൊരിക്കലും അദ്ദേഹം തയ്യാറാവില്ല എന്ന് പറഞ്ഞ് ടാൻ അവളെ ഭീഷണിപ്പെടുത്തുന്നു. അദ്ദേഹം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അദ്ദേഹത്തെ ഉപദ്രവിക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് യൂൻ ചാടി എഴുന്നേൽക്കുന്നു. ടാൻ ഉടനെ അടവ് മാറ്റുന്നുണ്ട്. അവൾ നയത്തിൽ യൂനിനെ പിടിച്ച താഴെ ഇരുത്തിയിട്ട് നീ അദ്ദേഹത്തെ ഉപദ്രവിക്കില്ല എന്നെനിക്കറിയാം, പക്ഷേ അദ്ദേഹത്തിന് നേരെ അന്ന് അമ്പ ചെയ്തത് നീയും കണ്ടതാണല്ലോ. നിന്നെ ആരോ ബലിയാക്കാൻ ഉപയോഗിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. നീ ആ സത്യം മനസ്സിലാക്കാതെ അവരുടെ പദ്ധതിക്ക് നിന്നു കൊടുക്കേണ്ടി വന്നതാണ് എന്ന് ടാൻ പറയുന്നു. എങ്കിൽ യുവറാണിയും മന്ത്രി കൊച്ചമ്മയായിരിക്കും അതിന് പിന്നിലെന്ന് പറഞ്ഞ് പാനറെ കണ്ടതും അവൾ ടാനറും ഈഹുവായുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞതും അതൊക്കെ അറിഞ്ഞപ്പോൾ ദേഷ്യം തോന്നിയാൽ കുമാരിയെ കൊല്ലാൻ ഞാൻ ആഗ്രഹിച്ചെന്നതൊക്കെ യൂൻ തുറന്ന് സമ്മതിക്കുന്നു. ടാൻ തിരികെ റൂമിലെത്തി ജിങ്ഷയോട് വിവരം പറഞ്ഞ ശേഷം അവളുടെ സഹായത്തോടെ ടാനറിനെ വിവരം അറിയിച്ചിട്ട് മന്ത്രി കൊച്ചമ്മയുടെയും പാനറുടെയും വീക്ക്നെസ് എന്തെങ്കിലും അറിയാമോ എന്ന് അന്വേഷിക്കുന്നു. മന്ത്രി കൊച്ചമ്മയ്ക്ക് ഒരു ജോലിക്കാരനുമായുള്ള അഫെയർ ടാനർ ഒരു തവണ നേരിട്ട് കണ്ടിരുന്നു. പക്ഷേ അന്നവൾ അതിനെക്കുറിച്ച് അച്ഛനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. അത് തെളിയിക്കാനുള്ള സാമർഥ്യമൊന്നും ടാനർക്ക് ഇല്ലാതിരുന്നതിനാൽ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതി പിന്നീട് അവൾ അതിന് പുറകെ പോയൊന്നുമില്ല.
ജിങ്ഷിൻ പറഞ്ഞ് വിവരം പറഞ്ഞ ടാൻ അയാളെ തിരിച്ചറിയാൻ എന്തെങ്കിലും അടയാളമുണ്ടോ, കാണാൻ എങ്ങനെയാണ് എന്നൊക്കെ ജിങ്ഷിൻ വഴി വീണ്ടും ടാനറോട് ചോദിക്കുന്നു. അയാൾ അവിടുത്തെ സ്ഥിരം ജോലിക്കാരനല്ലാത്തതിനല്ല അയാളുടെ പേര് എന്താണെന്ന് ടാനർക്ക് അറിയില്ലായിരുന്നു. പക്ഷേ അയാളുടെ ശരീരപ്രകൃതവും പുരുകത്തിന് താഴെ ഒരു മറുകുണ്ടെന്നുമൊക്കെ ടാനർ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ മറുകുള്ള ഒരാളാണല്ലോ അന്ന് ഒളിഞ്ഞിന്ന് ഷെങ്ങിന് നേരെ അമ്പ ചെയ്തത് എന്ന് ടാനിന് ഓർമ്മ വരുന്നു. അത് അയാൾ തന്നെ ആയിരിക്കുമെന്ന് അവൾ ഉറപ്പിക്കുന്നു. ജിങ്ഷിൻ ടാനറിനോട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ടാൻ്റെ നിർദ്ദേശപ്രകാരം യുഹാവയെ വിളിപ്പിക്കുന്നു. ടാൻ യുഹാവ എന്തൊക്കെ രഹസ്യ നിർദ്ദേശങ്ങൾ നൽകുന്നു. ടാനർ ഷെങ്ങിന് നേരെയുള്ള ആക്രമണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഷുവാനെ ഏർപ്പെടുത്തിയെന്നും ഇപ്പോൾ തന്നെ അന്വേഷണത്തിൽ നല്ല പുരോഗതി ഉണ്ടെന്നും യുവിൻ്റെ പങ്ക് കണ്ടെത്താൻ സാധ്യതയുണ്ടെന്നും സേവകൻ രാജമാതാവിനെ അറിയിക്കുന്നു. യുവിൻ്റെ പങ്കിനെക്കുറിച്ച് ഷെങ് അറിഞ്ഞാൽ പ്രശ്നമാണ്, അതുകൊണ്ട് അവൻ ഉണരുന്നതിന് മുമ്പ് ടാനറിനെ അവിടെ നിന്ന് പുറത്താക്കിയേ പറ്റൂ എന്ന് പറഞ്ഞ് രാജമാതാവ് ഉടൻ തന്നെ ഷെങ്ങിൻ്റെ കൊട്ടാരത്തിലേക്ക് പോകുന്നു. ടാൻ ഷെങ്ങിൻ്റെ ബെഡിനരികിലിരുന്ന് ഇതിൻ്റെ പിന്നിലുള്ളവരെ ഞാൻ കണ്ടെത്തി, ഇനിയെങ്കിലും നിനക്കൊന്ന് കണ്ണു തുറന്നൂടെ, പാനറേയും അമ്മയും ഞാൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് നിനക്കറിയണ്ടേ, കണ്ണു തുറക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജിങ്ഷൻ വെപ്രാളത്തോടെ ഓടി വന്ന് ആകെ പ്രശ്നമായി. രാജമാതാവ് ഇവിടേക്ക് വന്നിട്ടുണ്ട് എന്നറിയിക്കുന്നു. അപ്പോഴേക്കും അവർ പരിചാരകർക്കൊപ്പം മുറിക്കുള്ളിലെത്തിയിരുന്നു. ടാനറോട് മുട്ടുകുത്തിരിക്കാൻ ആജ്ഞാപിച്ചിട്ട് ഷെങ്ങിന് ഈ അവസ്ഥ വരാൻ കാരണം നീയാണ്, ഈ കൊട്ടാരത്തിലെ സമാധാനം നശിപ്പിച്ചതിനും നീ കാരണക്കാരിയാണ്, എല്ലാത്തിൻ്റെയും ശിക്ഷ ഇവളെ എത്രയും പെട്ടെന്ന് കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കാൻ അവർ പരിചാരകർക്ക് നിർദ്ദേശം നൽകുന്നു. ഷെങ്ങിന് ബോധം വീണിട്ടില്ലാത്ത ഈ അവസ്ഥയിൽ എന്നെ ഒഴിവാക്കാനുള്ള നിങ്ങളുടെ തന്ത്രമാണല്ലോ എന്ന് ചോദിച്ച് ടാൻ അവരെ എതിർക്കുന്നുണ്ടെങ്കിലും അവരത് കാര്യമാക്കാതെ ജോലിക്കാരോട് അവളെ പിടിക്കാൻ പറയുന്നു. അവർ ടാനിനെ വലിച്ചിഴിക്കാൻ തുടങ്ങിയപ്പോഴേക്കും എല്ലാവരും നിർത്തുന്നുണ്ടോ എന്ന ഷെങ്ങിൻ്റെ ചോദ്യം കേട്ട് എല്ലാവരും അവൻ കിടന്നിടത്തേക്ക് തിരിഞ്ഞു നോക്കുന്നു. ഷെങ്ങിന് ബോധം വീണത് കണ്ട് ടാൻ വേഗം എഴുന്നിട്ട് അവൻ്റെ അടുത്തേക്ക് തിരിക്കുന്നു. നിനക്ക് ബോധം വന്നതെന്ന് മുത്തശ്ശിയും സന്തോഷത്തോടെ ചോദിച്ചെങ്കിലും ഇനി ആരെങ്കിലും ടാനറിനെ തൊട്ടാൽ ആ കൈ ഞാൻ വെട്ടിയെരിയുമെന്ന് ഷെങ് ദേഷ്യത്തിൽ പറയുന്നു. നീ എന്നെ വല്ലാതെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ ഷെങ് എന്ന് പറഞ്ഞ് ടാൻ അവനെ താങ്ങി എഴുന്നേൽപ്പിക്കുന്നു. എൻ്റെ മുറിവ് ഇപ്പോൾ പ്രശ്നമില്ല, പ്രത്യേകിച്ച് പ്രധാന കാര്യങ്ങളൊന്നും പറയാനില്ലെങ്കിൽ മുത്തശ്ശി ഇങ്ങോട്ട് വരണമെന്നില്ല എന്ന് ഷെങ് രാജമാതാവിനോട് പറയുന്നു. ഇറങ്ങിപ്പോകാനാണ് അവൻ പറയുന്നതിൻ്റെ അർത്ഥമെന്ന് മനസ്സിലായപ്പോൾ ദേഷ്യം വന്നെങ്കിലും നന്നായി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് അവർ അവിടെ നിന്ന് പോകുന്നു. ഷെങ് ഉണർന്നതിൻ്റെ സന്തോഷത്തിൽ ജിങ്ഷനും വാതിലടച്ച് പുറത്തു പോകുന്നു. മുറിവിന് ഇപ്പോഴും വേദനയുണ്ടോയെന്ന് ടാൻ ചോദിക്കുന്നു. പിന്നെ വേദന ഇല്ലാതിരിക്കുമ്പോൾ, പക്ഷേ അതിനേക്കാൾ കൂടുതൽ എൻ്റെ ഹൃദയം നിനക്ക് വേണ്ടി വേദനിക്കുകയാണ് എന്നവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുന്നു. ഈ കൊലശ്രമത്തിന് മുന്നിൽ ആരാണെന്ന് ഞാൻ കണ്ടെത്തി, നിന്റെ ദേഷ്യം തീർക്കാനുള്ള അവസരം ഞാൻ നാളെ തന്നെ ഉണ്ടാക്കി തരുന്നുണ്ടെന്ന് ടാൻ പറഞ്ഞപ്പോൾ അതൊന്നും ഇപ്പോൾ എനിക്ക് പ്രധാനമല്ല, എനിക്കൊരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി, എനിക്ക് ബോധം നഷ്ടപ്പെട്ട് കിടക്കുമ്പോൾ നീ എൻ്റെ ബെഡിനരികിലിരുന്ന് ഇനി ഒരിക്കലും നിന്റെ ലോകത്തേക്ക് മടങ്ങിപ്പോകില്ല എന്ന് പറഞ്ഞില്ലേ, അഥവാ പോയാൽ തന്നെ എന്നെയും കൊണ്ടുപോകാമെന്ന് പറഞ്ഞില്ല, അത് സത്യമാണെന്ന് ഷെങ് ചോദിക്കുന്നു. നിനക്ക് ബോധമില്ലാതിരുന്നിട്ട് പോലും നീ അത് കേട്ടോ എന്ന് ടാൻ ചോദിച്ചപ്പോൾ അവൻ അവളുടെ തോളിലേക്ക് ചാഞ്ഞു കിടക്കുന്നുണ്ട്. അടുത്ത ദിവസം തന്നെ ഷെങ്ങും ടാനും മന്ത്രിയുടെ കൊട്ടാരത്തിലേക്ക് പോകുന്നു. കുമാരന് അസുഖം ഭേദമായ ഉടൻ തന്നെ ഇത്ര ധൃതിയിൽ ഇങ്ങോട്ട് വരാൻ എന്താണ് കാരണമെന്ന് മന്ത്രി ചോദിച്ചപ്പോൾ ഇവിടുത്തെ മാഡം എന്താണ് ചെയ്തത് എന്ന് അവരോട് തന്നെ ചോദിക്കാൻ ഷെങ് പറയുന്നു. ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ എന്ന് മന്ത്രി കൊച്ചമ്മ പറഞ്ഞപ്പോൾ ടാൻ കയ്യിൽ കരുതിയിരുന്ന കുറ്റപത്രം അവർക്ക് മുന്നിലേക്ക് വലിച്ചെറിയുന്നു. അവരെടുത്ത് വായിച്ചു നോക്കിയിട്ട് മിണ്ടാതെ നിൽക്കുന്ന കണ്ട് മന്ത്രി അത് വായിക്കുന്നു. എൻ്റെ കുടുംബം തകർക്കാൻ മനഃപൂർവ്വം ആരോ കള്ളക്കഥ കെട്ടിച്ചമച്ചതാണ് എന്ന് മന്ത്രി പറഞ്ഞപ്പോൾ എൻ്റെ രണ്ടാം ഭാര്യയും രാജകുമാരിയുമായ യൂൻ കള്ളം പറയുകയാണെന്നാണോ താങ്കൾ പറയുന്നത്? ഈ ആരോപണം രാജമാതാവിൻ്റെ ചെവിയിലെത്തിയാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ എന്ന് ഷെങ് ചോദിക്കുന്നു. അതോടെ മന്ത്രിയുടെ വായ അടയുന്നുണ്ട്. എന്താണ് കാര്യം, നീ എന്നെ കൂടി അപമാനിക്കാനുള്ള പുറപ്പാടാണെന്ന് ടാനറുടെ അമ്മ അവിടെ നിന്നുകൊണ്ട് അവളോട് ചോദിക്കുന്നു. ടാൻ വേഗം അമ്മയ്ക്കരികിൽ ചെന്ന് അവരെ സമാധാനിപ്പിച്ചിട്ട് മന്ത്രി കൊച്ചമ്മയ്ക്ക് നേരെ തിരിഞ്ഞ് നിങ്ങൾക്ക് എന്നോട് ദേഷ്യമുണ്ട് എന്ന് കരുതി ഒരു രാജകുമാരനെ വധിക്കാൻ ശ്രമിക്കുന്നത് എത്ര വലിയ തെറ്റാണ് നിങ്ങൾക്കറിയില്ലേ? നിങ്ങളുടെ കുടുംബത്തിലെ 9 തലമുറ വരെ തൂക്കിക്കൊല്ലാൻ ഈ കുറ്റക്കാരന് കഴിയും. ഞാൻ ഈ കുടുംബത്തിൽ അംഗമായതുകൊണ്ട് മാത്രമാണ് എല്ലാവരും ഇപ്പോൾ ജീവനോടെ ഇരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ പങ്ക് മാത്രമേ തെളിഞ്ഞിട്ടുള്ളൂ. കൂടുതൽ അന്വേഷണം നടത്തേണ്ടി വന്നാൽ നിങ്ങളുടെ കൂട്ടാളികളെയും പുറത്തു കൊണ്ടുവരാൻ കഴിയും എന്ന് ടാൻ പറയുന്നു. അവളുടെ ആ തന്ത്രത്തിൽ മന്ത്രിക്കൊച്ചമ്മ വീഴുന്നുണ്ട്. തൻ്റെ മകളെ കൂടി ഇതിലേക്ക് വലിച്ചു വയ്ക്കാതിരിക്കാൻ അന്വേഷണം ഇവിടെ വെച്ച് നിർത്തണം. ഞാൻ ഒറ്റയ്ക്കാണ് ഈ പദ്ധതി ആസൂത്രണം ചെയ്തത്, മറ്റാർക്കും ഇതിൽ പങ്കില്ല എന്ന് പറഞ്ഞ് മുട്ടുകുത്തിയിരുന്നു കൊണ്ട് കുറ്റം സമ്മതിക്കുന്നു. നീ എന്തൊരു മണ്ടത്തരമാണ് കാണിച്ചത് എന്ന് ചോദിച്ച് മന്ത്രി അവരെ കുറ്റപ്പെടുത്തിയപ്പോൾ നിങ്ങൾക്കും ഇതിൽ പങ്കുണ്ടെന്ന് ഞാൻ സംശയിക്കുന്നു എന്ന് ഷെങ് പറയുന്നു. എനിക്കിതിൽ ഒരറിവുമില്ല, ഇവൾ ഒറ്റയ്ക്കാണെല്ലാം ചെയ്തതെന്ന് അദ്ദേഹം ക്ഷമ പറഞ്ഞുകൊണ്ട് പറയുന്നു. മന്ത്രി കൊച്ചമ്മയെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ചെയ്യിപ്പിച്ചതാണെന്നാണ് തോന്നുന്നത്. കൂടുതൽ അന്വേഷിച്ച് അതിന് പ്രേരിപ്പിച്ചവരെ കണ്ടെത്തിയാൽ മന്ത്രി കൊച്ചമ്മയെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞേക്കുമെന്ന് ടാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം അത് സമ്മതിച്ചെങ്കിലും മന്ത്രി കൊച്ചമ്മ മുട്ടിലിഴഞ്ഞ് തന്നെ ടാനറിൻ്റെ മുന്നിൽ ചെന്നിരുന്ന് ഇനി അന്വേഷണമൊന്നും നടത്തരുത്, ഞാൻ തന്നെയാണിത് ചെയ്തത്, എന്നെ ശിക്ഷിച്ചോളാൻ പറയുന്നു. അവർ സ്വയം കുറ്റം സമ്മതിച്ച സ്ഥിതിക്ക് അവർക്ക് തക്കതായ ശിക്ഷ നൽകിയിട്ട് കുടുംബത്തിലെ മറ്റുള്ളവരെ രക്ഷിക്കണമെന്ന് മന്ത്രി അപേക്ഷിച്ചപ്പോൾ രാജകുമാരനെ വധിക്കാൻ ശ്രമിക്കുന്നത് കുടുംബം മൊത്തത്തിൽ വധശിക്ഷ അനുഭവിക്കേണ്ടത് തെറ്റാണെന്ന് മറന്നോ എന്ന് ഷെങ് ചോദിക്കുന്നു. എന്തായാലും ടാനറിന് ഈ കുടുംബത്തിലെ അംഗമായതുകൊണ്ട് മാത്രം തൽക്കാലം ഞാൻ ഈ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയാണ്, പക്ഷേ നിങ്ങൾക്ക് എന്ത് ശിക്ഷയാണ് തരേണ്ടത് എന്ന് ടാനർ തീരുമാനിക്കുമെന്ന് ഷെങ് പറയുന്നു. മന്ത്രി പെട്ടെന്ന് ടാൻ്റെ നേരെ തിരിഞ്ഞ് നമ്മുടെ കുടുംബത്തിൻ്റെ സുരക്ഷിതത്വം നിൻ്റെ കൂടി ഉത്തരവാദിത്തമാണെന്ന് കരുതി ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറയുന്നു. മുമ്പ് ഈ ബന്ധമൊന്നും ആരും പരിഗണിച്ചിട്ടുള്ളതായി ഞാൻ കണ്ടിട്ടില്ലല്ലോ, എൻ്റെ അമ്മയെ ഓർത്ത് മാത്രം ഞാൻ തൽക്കാലം ക്ഷമിക്കാം എന്ന് ടാനർ പറയുന്നു. മന്ത്രിയും ഭാര്യയും ആശ്വാസത്തോടെ ഒന്ന് നേരെ ഇരുന്നപ്പോൾ ടാനർ ക്ഷമിച്ചെങ്കിലും ഞാൻ പൂർണ്ണമായും ക്ഷമിക്കുമെന്ന് കരുതണ്ട, നിങ്ങളുടെ പേര് ഞാൻ കുറിച്ച് വെക്കുന്നുണ്ടെന്ന് ഷെങ് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇതുകൂടാതെ മന്ത്രി കൊച്ചമ്മയ്ക്ക് തരാൻ ഞാൻ മറ്റൊരു സമ്മാനം കൂടി കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ടാനർ പുറത്തു നിൽക്കായിരുന്ന യുഹാവയെ ഉറക്കെ വിളിക്കുന്നു.
യുഹാവ ഒരാളെ കൊണ്ടുവന്ന് അവിടേക്ക് വലിച്ചെറിയുന്നുണ്ട്. ആളെ തിരിച്ചറിഞ്ഞപ്പോൾ മന്ത്രിക്കൊച്ചമ്മ ഈ കാര്യം മനസ്സിലായെങ്കിലും ഇത് നമ്മുടെ പഴയ ജോലിക്കാരനല്ലേ, ഇയാൾക്ക് എന്താണ് ഇവിടെ കാര്യമെന്ന് മന്ത്രി മനസ്സിലാവാതെ പോലെ ചോദിക്കുന്നു. യുഹാവ അയാളുടെ വസ്ത്രത്തിനുള്ളിൽ നിന്നൊരു ചെറിയ സഞ്ചി എടുത്ത് പുറത്തേക്ക് എറിയുന്നു. അത് മന്ത്രിക്കൊച്ചമ്മയുടേതാണെന്ന് മനസ്സിലായപ്പോൾ നിനക്ക് അയാളുമായി അഫയർ ഉണ്ടോ എന്ന് മന്ത്രി ചോദിക്കുന്നു. അവർ പെട്ടെന്ന് തന്നെ തെറ്റ് സമ്മതിച്ച് ക്ഷമ ചോദിക്കുന്നു. അപ്പോഴേക്കും വിവരം എങ്ങനെയോ പറഞ്ഞ് പാനർ അവിടെ എത്തുന്നു. അമ്മ നിലത്ത് കുമ്പിട്ട് ക്ഷമ ചോദിച്ച് കരയുന്ന കണ്ട് അവൾ ഓടിച്ചെന്ന് അടുത്തിരുന്ന് അമ്മ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് അച്ഛനോട് ചോദിക്കുന്നു. ഞാൻ ഇന്നവളെ ഡിവോഴ്സ് ചെയ്യും എന്ന് മാത്രം അദ്ദേഹം പറഞ്ഞപ്പോൾ പാനർ ടാനിൻ്റെ നേരെ തിരിഞ്ഞ് നീ എൻ്റെ അമ്മയെ ഡിവോഴ്സ് ചെയ്യാനും മാത്രം വിഷം അച്ഛൻ്റെ മനസ്സിൽ കുത്തിവെച്ചോ എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുന്നു. ടാനർ ഇപ്പോൾ തന്നെ നമ്മളോട് ഒരുപാട് ദയ കാണിച്ചു കഴിഞ്ഞു. അന്വേഷണം നിർത്തിവെക്കാനും കുടുംബത്തെ മുഴുവൻ രക്ഷിക്കാനും അവൾ സമ്മതിച്ചു. അതുകൊണ്ട് അവളെ കുറ്റപ്പെടുത്തരുത് എന്ന് അമ്മ പാനറോട് പറയുന്നു. യുവറാണിയുടെ അമ്മയെ ചോദ്യം ചെയ്യാൻ അവൾക്ക് എന്ത് അധികാരമാണുള്ളത് എന്ന് ചോദിച്ച് പാനർ വീണ്ടും ദേഷ്യപ്പെട്ടപ്പോൾ ഞാൻ നല്ല മനസ്സ് കാണിച്ചത് തെറ്റായിപ്പോയി, എല്ലാം ശരിക്കുള്ള വഴിക്ക് തന്നെ നടക്കട്ടെ, നടന്നെല്ലാം പെട്ടെന്ന് തന്നെ രാജാവിനെയും രാജമാതാവിനെയും അറിയിക്കാം എന്ന് ടാൻ പറയുന്നു. അവളത് ചെയ്യാതിരിക്കാനായി മന്ത്രിക്കൊച്ചമ്മ എഴുന്നേറ്റ് തൻ്റെ തെറ്റുകൾക്ക് ഒന്നുകൂടി ക്ഷമ പറഞ്ഞിട്ട് ഈ വധശ്രമത്തെക്കുറിച്ച് ഇനി അന്വേഷണം ഉണ്ടാകരുത്, കുറ്റം ചെയ്ത് ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് അടുത്തുള്ള തൂണിൽ തലയിടിച്ച് മരിക്കുന്നു. അവർ സ്വയം ശിക്ഷ സ്വീകരിച്ച സ്ഥിതിക്ക് ഞാൻ ഈ അന്വേഷണം ഇവിടെ വെച്ച് നിർത്തുകയാണെന്ന് പറഞ്ഞ് ഷെങ് ടാനിനെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. തൻ്റെ അമ്മയുടെ മരണത്തിന് കാരണക്കാരിയായി ടാനർ പോയിടത്തേക്ക് പകയോടെ പാനർ നോക്കിയിരിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.